ഗുഡ് ആഫ്റ്റർനൂൺ. ദ വേൾഡ് നോൺ ബൈ മീനു മീനാക്ഷി 200 എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ബേസിക് സയൻസിൻ്റെ സെക്കൻഡ് പാർട്ട് ടെസ്റ്റിലെ ചാപ്റ്റേഴ്സാണ്. അതിൽ സെക്കൻഡ് പാർട്ടിൽ വരുന്നത് 12, 13, 14, 15, 16, 17, 18, 19, 20 ചാപ്റ്ററുകളാണ്. അതിലെ ആദ്യത്തെ 3 അതായത് ബൈ ക്ലാസിഫിക്കേഷൻ, ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ്, ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻ, അത് ബയോളജി പരമായ ഭാഗത്തും, സൊല്യൂഷൻ, വാട്ടർ, ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക് തുടങ്ങിയവ കെമിസ്ട്രിയിലും, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറേഴ്സ്, സൗണ്ട്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി തുടങ്ങിയ ഫിസിക്സിലുമാണ് വരുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ വൈ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററാണ്. വൈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ക്ലാസിഫിക്കേഷൻ ക്രമീകരണം എന്നാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ സാധനങ്ങൾ ക്രമീകരിക്കുക? ആദ്യം തന്നെ അതിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, രൂപത്തിൻ്റെ, അതിൻ്റെ കളറിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ സൈസിൻ്റെ, വലുപ്പത്തിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സാധനങ്ങളും നമ്മൾ ക്രമീകരിക്കുക എന്നതിനെക്കുറിച്ചുള്ള ബേസിക് ഐഡിയ ആണ് ഫസ്റ്റ് പേജിലും സെക്കൻഡ് പേജിലും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കാറ്റിൻ്റെയും ഡോഗിൻ്റെയും ചിത്രം തന്ന് നമ്മളെ അതിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആദ്യം ഡോഗിൻ്റെയും കാറ്റിൻ്റെയും ചിത്രം നോക്കി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സൈസ്, ബ്യൂട്ടി, സ്പീഡ്, ഷാർപ്പ്, ഇൻസിസസ്, ക്ലോസ് ദാറ്റ് ക്യാൻ ബി വിത്ഡ്രോൺ ഇൻ ടു ദ ഫീറ്റ് എന്നീ സവിശേഷതകൾ അനുസരിച്ച് അതിനെ 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ അടുത്ത പേജിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഇല്ലുസ്ട്രേഷൻസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഏതൊക്കെ തരം ജീവികളാണുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തേ. അതിൽ ഗ്രാസ് ഹോപ്പേഴ്സ് ഉണ്ട്, സ്നെയിൽസ്, സ്പൈഡേഴ്സ്, ഫ്ലൈസ്, ബട്ടർഫ്ലൈസ്, ഇത്രയുമാണ് അതിൽ തന്നിരിക്കുന്നത്. അതിനെ ഇനി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് വിവിധമായ ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അതിൽ ഒന്നാമത്തെ ഘടകം നോക്കൂ, വിങ്സ്. വിങ്സ് എന്നാൽ ചിറകുകൾ. ചിറകുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 തരംതിരിക്കാം, ചിറകുകൾ ഉള്ളവയും ചിറകുകൾ ഇല്ലാത്തവയും. വിങ്സ് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ജീവികളാണ് വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യൂ. ബട്ടർഫ്ലൈസ് ഉണ്ട്, ഫ്ലൈസ് ഉണ്ട്, ഷാർപ്പ് ഫ്ലൈസ് ഉണ്ട്, ഗ്രാസ് ഹോപ്പേഴ്സ് ഉണ്ട്. ഇതിലെല്ലാം വിങ്സ് ഉള്ളവയാണ്. എന്നാൽ ദോസ് വിത്തൗട്ട് വിങ്സിൽ ഏതൊക്കെയാണ്? ഒച്ച്, സ്പൈഡേഴ്സ്, ഇതിങ്ങൾക്കൊന്നും വിങ്സ് ഇല്ല. അതുകൊണ്ട് അതിനെ ദോസ് വിത്തൗട്ട് വിങ്സ് കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി നമ്പർ ഓഫ് വിങ്സിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് അതിനെ 2 ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, എ പെയർ ഓഫ് ഒബ്സർവബിൾ വിങ്സ് എന്നും 2 പെയർ ഓഫ് ഒബ്സർവബിൾ വിങ്സ് എന്നും. ആ ഫ്ലൈസിനെ നോക്കൂ, ഹൗസ് ഫ്ലൈസിൻ്റെ 2 ചിറകുകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് പെയർ ഓഫ് ഒബ്സർവബിൾ വിങ്സ് ആണ്. എന്നാൽ അപ്പുറത്തെ ചിത്രത്തിൽ നോക്കൂ, 2 പെയർ ഓഫ് ഒബ്സർവബിൾ വിങ്സ് എന്ന് പറയുകയാണെങ്കിൽ 2 പെയർ, അതായത് 4 ചിറകുകളാണ് നമുക്ക് കാണാൻ കഴിയും. ആ തുമ്പിയിലും ചിത്രശലഭത്തിലും പുൽച്ചാടിയിലും നമുക്ക് കാണാൻ കഴിയും. ഇനി കാലുകളുടെ അടിസ്ഥാനത്തിൽ, ലെഗ്സ് വിത്ത് ഈക്വൽ ലെങ്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 ക്ലാസിഫൈ ചെയ്യാം. ഈക്വൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ കാലുകൾക്ക് ശരിയായ നീളമുള്ളവ ബട്ടർഫ്ലൈസും ഫ്ലൈസുമാണ്. ലെഗ്സ് വിത്ത് അൺഈക്വൽ ലെങ്ത് ഏതാണ്? ഗ്രാസ് ഹോപ്പേഴ്സ്. പലതരത്തിൽ നീളമാണ് അതിൻ്റെ ഓരോ കാലുകൾക്കും ഉള്ളത്. ഇനി പിന്നെയും വിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 ക്ലാസിഫൈ ചെയ്യാം, ട്രാൻസ്പെറൻറ്റ് വിങ്സും നോൺ ട്രാൻസ്പെറൻറ്റ് വിങ്സും. ട്രാൻസ്പെറൻറ്റ് വിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിബിൾ ആണ്, ഒരു ഭാഗവും അപ്പുറത്തെ ഭാഗവും ഒറ്റ കാഴ്ചയിലൂടെ വിസിബിൾ ആണ്. എന്നാൽ നോൺ ട്രാൻസ്പെറൻറ്റ് വിങ്സോ, അപ്പുറത്തെ ഭാഗം നമുക്ക് കാണാൻ കഴിയില്ല. വൈ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദീസ് ഓർഗാനിസം വെരി ഈസി? എന്തുകൊണ്ടാണ് ഈ ഓർഗാനിസത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഇത്ര വേഗം ഈസി ആയത്? ലെസ് നമ്പർ ഓഫ് ഓർഗാനിസം. ആ തന്നിരിക്കുന്ന ബോക്സിൽ കുറച്ച് ഓർഗാനിസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്പെസിഫിക് ഇൻഡിക്കേറ്റേഴ്സ്, കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായിരുന്നു. 2 ക്ലിയർ ഓപ്ഷൻസ് ഫോർ ഈച്ച് ഇൻഡിക്കേറ്റേഴ്സ്. 2 ക്ലിയർ ഓപ്ഷൻസും ഒരു ഇൻഡിക്കേറ്ററിന് ഉണ്ടായിരുന്നു. വിങ്സിന് 2 ഇൻഡിക്കേറ്റർ, നമ്പർ ഓഫ് വിങ്സിന് 2 ഇൻഡിക്കേറ്റർ, പെക്യുലാരിറ്റി ഓഫ് ലെഗ്സിന് 2 ഇൻഡിക്കേറ്റർ, പെക്യുലാരിറ്റി ഓഫ് വിങ്സിന് 2 ഇൻഡിക്കേറ്റർ. Keys for identification. Taxonomic keys are the scientific indicators used for identifying and classifying plants and animals. ടാക്സോണമിക് കീ എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് ഇൻഡിക്കേറ്ററാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഐഡൻറ്റിഫൈയിങ് ആൻഡ് ക്ലാസിഫൈയിങ്, ക്രമീകരിക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനും, പ്ലാന്റ്സിനെ ആനിമൽസിനെ ക്രമീകരിക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സയൻറ്റിഫിക് ഇൻഡിക്കേറ്ററാണ് ടാക്സോണമിക് കീസ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാക്സോണമിക് കീ എന്ന് പറയുന്നത് ഡിക്റ്റോമേഷ്യസ് കീ ആണ്. Each indicator in the key has 2 possibility of selection. ഓരോ കീക്കും ഈ കീയിലെ
ഓരോ ഇൻഡിക്കേറ്റേഴ്സിനും 2 പോസിബിലിറ്റി ഓഫ് സെലക്ഷൻസ് ആണ് കാണപ്പെടുന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞ 12 പോയിൻ്റ് എന്ന ചിത്രത്തിൻ്റെ ഇല്ലുസ്ട്രേഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, ഒരു കീയിൽ തന്നെ ഒരു ഇൻഡിക്കേറ്ററിൽ 2 തരത്തിലുള്ള സെലക്ഷൻസ് നമുക്കവിടെ സാധ്യമാവാൻ കാണുന്നുണ്ട്. ഇനി ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നതാണ് ടാക്സോണമി കീസും പെക്യുലാരിറ്റി ഓഫ് ഡിക്ടോമസ് കീസും. Indicators: taxonomic keys, peculiarity of dichotomous keys. The method of classification is the act of grouping of organisms based on similarities and difference. ഓരോ സിമിലാരിറ്റീസിൻ്റെയും, അതായത് ഒരുപോലെ ഇരിക്കുന്നവ, ഡിഫറൻസ് വ്യത്യസ്തമായവ എന്ന അടിസ്ഥാനത്തിലാണ് ഓർഗാനിസത്തിനെ നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. ഇനി ദ മെയിൻ പോയിന്റിലേക്ക് നമ്മൾ വരാണ് ടാക്സോണമി എന്ന് പറയുന്നത്. Taxonomy is the branch of biology that identifies organisms, classifies them on the basis of similarities and differences and name them scientifically. Taxonomy എന്താണ്? ബയോളജിയിലെ ഒരു ബ്രാഞ്ചാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഐഡൻറ്റിഫൈസ് ഓർഗാനിസം, ക്ലാസിഫൈസ് ദം ഓൺ ദ ബേസിസ് ഓഫ് സിമിലാരിറ്റീസ്. ഓരോ ഓർഗാനിസത്തിനും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ക്രമീകരിക്കുക. എന്തിൻ്റെ ബേസിസിലാണ്? അതിൻ്റെ സിമിലാരിറ്റീസും അതിൻ്റെ ഡിഫറൻസും അതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ഒരെണ്ണത്തിനെയും അതിൻ്റെ കൂട്ടത്തിലുള്ളവയും ഐഡൻറ്റിഫൈ ചെയ്ത് സയൻറ്റിഫിക്കലി നമ്മൾ അതിനെ ക്രമീകരിക്കുന്നതിനാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ഫോർ ദ പർപ്പസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഈ ക്രമീകരണത്തിൻ്റെ പർപ്പസിന് വേണ്ടി ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഓർഗാനിസം, ഒരു ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അതിൻ്റെ എക്സ്റ്റേണലും ഇൻറ്റേർണൽ ഫീച്ചേഴ്സും, പുറമേയുള്ളവും അകമേയും ഉള്ളവുമായ ഫീച്ചേഴ്സുകൾ ഒരു ഓർഗാനിസത്തിൻ്റെ ഒരു പർപ്പസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സർട്ടൺ ക്രിയേച്ചറിനെ നമ്മൾ എടുത്തതിന് ശേഷം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ ഇൻറ്റേർണലും എക്സ്റ്റേണൽ ഫീച്ചറും, അതായത് പുറമേയുള്ളവയും ഉള്ളിലുള്ള ഫീച്ചേഴ്സും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു, ജനിതകമായ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു, ഇവാലുവേഷനറി റിലേഷൻഷിപ്പ് നോക്കി, എങ്ങനെയാണത് ഉണ്ടായി വന്നത് എന്ന് വരെ നമ്മൾ അടയാളപ്പെടുത്തി അതിനെ സ്റ്റഡി ചെയ്തിട്ടാണ് ഓരോ ഓർഗാനിസത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ദിസ് സ്റ്റഡി റിവീൽസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റഡി വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസത്തിൻ്റെ റിലേഷൻഷിപ്പ് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. It also enables us to acquire a general idea about the plants and animals of various geographical area. ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു വേരിയസ് ജിയോഗ്രഫിക്കൽ ഏരിയാസിലുള്ള പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും എൻറ്റയർ ഡേറ്റ നമുക്ക് ഈ ടാക്സോണമി കേസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ടാക്സോണമി നമുക്ക് ഓരോ എവിഡൻസാണ് തരുന്നത്, തെളിവുകളാണ് തരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ സ്റ്റേജ് ഓഫ് ഇവല്യൂഷനിൽ ഓർഗാനിസംസ് എങ്ങനെയാണ് അതിൻ്റെ ഘടനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു എവിഡൻസ്, അത് നമുക്ക് മുന്നോട്ടുള്ള സ്റ്റഡിക്ക് വേണ്ടി വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി based on similarities of difference, all the organisms, including human beings, are placed in different levels of classification. It was scientist named Carl Linnaeus who fixed a taxonomy hierarchy and provided a scientific base for classification. He is known as the father of taxonomy. അപ്പോൾ നമ്മുടെ ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്നത് കാൾ ലിനസ് ആണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ടാക്സോണമി കേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ലെവൽസിലും ഓർഡേഴ്സിലും ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഫാദർ ഓഫ് ടാക്സോണമി എന്ന് ചോദിക്കുകയാണെങ്കിൽ കാൾ ലിനസ് ആണ് അതിൻ്റെ ഉത്തരം. നെക്സ്റ്റ് പേജിൽ വരുമ്പോഴത്തേക്കിനും നമ്മൾ കാണുന്നുണ്ട് കുറച്ച് പേരുടെ ചിത്രങ്ങൾ അവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ദയ സയൻറ്റിസ്റ്റ് ആണ്. അവരെന്താണ്, അവരുടെ വാല്യുബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഹിസ്റ്ററി ഓഫ് ടാക്സോണമിയിലേക്ക് നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ആളെന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം ഗ്രീസിൽ നിന്നാണ് വരുന്നത്. ദ ഫാദർ ഓഫ് ബയോളജി, ഹൂ ഈസ് ദ ഫാദർ ഓഫ് ബയോളജി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൂ ഈസ് ദ ഫാദർ ഓഫ് ബയോളജി എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അരിസ്റ്റോട്ടിൽ. ഹി ക്ലാസിഫൈഡ് ഓർഗാനിസം ആസ് ദോസ് വിത്ത് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് ദോസ് വിത്തൗട്ട് റെഡ് ബ്ലഡ് സെൽസ്. അദ്ദേഹം ക്രിയേച്ചറിനെ അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ വിത്ത് ആർ ബി സിയും വിത്തൗട്ട് ആർ ബി സിയും എന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി തിയോഫാസ്റ്റസ് ആണ്. അദ്ദേഹവും ഗ്രീസ്കാരനാണ്. ദ ഫാദർ ഓഫ് ബോട്ടണി എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. ഹി ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻറ്റു ആനിമൽസ്, ബൈഇനിയൽസ് ആൻഡ് പെരീനിയൽ. തിയോഫാസ്റ്റസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആനിമൽസ്, ബൈഇനിയൽസ് ആൻഡ് പെരീനിയൽസ് ആണ്. അതൊക്കെ പ്ലാന്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വർഷത്തിൽ ഒരു തവണ കായ്ക്കുന്നതും ഒരു വർഷത്തിൽ 2 തവണ പൂവിടുന്നതും
ഒരു വർഷത്തിൽ 3, 4, 2 കൂടുതലോ തവണ പൂവിടുന്നതുമായിട്ടുള്ള പ്ലാന്റ്സിനെയാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിനെയാണ് ആനുവൽസ്, ബൈനിയൽസ്, പെരിനിയൽസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ആൾ നമുക്ക് നോക്കാം, ചരകൻ. അദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ള ആളാണ്. ദ ഫാദർ ഓഫ് ആയുർവേദ എന്നാണ് ചരകനെ അറിയപ്പെടുന്നത്. He wrote the treatise ചരക സംഹിത by including it in around 200 plants and animals. അപ്പോൾ ചരക സംഹിത രചിച്ചത് ചരകൻ ആണ്. അദ്ദേഹം ഫാദർ ഓഫ് ആയുർവേദ എന്നാണ് അറിയപ്പെടുന്നത്. 200-ലധികം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിൻ്റെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് അദ്ദേഹം എഴുതിയതാണ് ചരക സംഹിത. ഇനി നാലാമത്തെ ആളാണ് ജോൺ റേ. അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നുള്ളതാണ്. റെക്കോർഡഡ് മോർ ദാൻ 18,000 plants in the book. Historia Generalis Planetarium used the term species for the first time. അദ്ദേഹം 18,000-ലധികം പ്ലാന്റ്സ് ഉള്ള ഒരു ബുക്ക് രചിച്ചിട്ടുണ്ട്. ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാനറ്റോറിയം എന്ന് പറയുന്ന ബുക്ക് സ്പീഷ്യസ് എന്ന വേർഡ് അല്ലെങ്കിൽ ഒരു ടേം ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോൺ റേ എന്ന ഇംഗ്ലണ്ടുകാരനാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കാൾ ലിനസ് ആണ്. ഹു ഈസ് ഫാദർ ഓഫ് ടാക്സോണമി? കാൾ ലിനസ്. അദ്ദേഹം സ്വീഡൻകാരനാണ്. സജസ്റ്റഡ് ദ ടാക്സോണമിക് ഹൈറാർക്കി, പ്രൊപ്പോസ്ഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ സയൻറ്റിഫിക് നെയിമിംഗ് മെത്തേഡ് ഓഫ് ഓർഗാനിസം. സയൻറ്റിഫിക് നെയിമിംഗ് മെത്തേഡ് ഓഫ് ഓർഗാനിസം ഫസ്റ്റായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ ലിനസ് ആണ്. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ശാസ്ത്രീയ നാമം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ ലിനസ് ആണ്. അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ടാക്സോണമിക് ഹൈറാർക്കിയാണ് താഴെ നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ടില്ലേ? മുകളിലോട്ട് ആരോ ഇട്ട് കൊടുക്കുന്നതും താഴത്തുനിന്ന് ആരോ ഇട്ട് തരുന്നതും. അപ്പോൾ നമ്മൾ സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം ഇങ്ങനെ വേണം അതിന് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതാനും പഠിക്കാനും. തിരിച്ചല്ല. സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം